2026 JEE മെയിൻ ഫേസ് 1 ജാനുവരി 23 മോർണിംഗ് ഷിഫ്റ്റിലെ കെമിസ്ട്രി ക്വസ്റ്റൻസ് നോക്കുകയാണ് നമ്മൾ. അതിൽ 4ാമത്തെ ചോദ്യം നോക്കാം. തന്നിരിക്കുന്ന റിയാക്ടന്റ് എക്സിനെ പ്രൊഡക്റ്റ് വൈ ആയിട്ട് കൺവേർട്ട് ചെയ്യണം. അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള സീക്വൻസ് ഓഫ് റിയേജന്റ് ഏതാണെന്നാണ് ചോദ്യം. ഇവിടെ നോക്കുക, ഇത് ഏത് ചാപ്റ്ററിൽ നിന്നാണ് ഈ ചോദ്യം വന്നിരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കുറേ ചാപ്റ്റേഴ്സ് ഇൻവോൾവ് ആണ്. ഇവിടെ ഡീഹൈഡ്രോ ഹാലജനേഷൻ ഫ്രം ഹൈഡ്രോ കാർബൺ വരുന്നുണ്ട്. ഓക്സിഡേഷൻ ഓഫ് ആൻ ആൽക്കഹോൾ വിത്ത് പവർഫുൾ ഓക്സിഡൈസിങ് ഏജന്റ് വരുന്നുണ്ട്. അപ്പോൾ ആൽക്കോൾ ഫീനോൾ എന്നുള്ള ചാപ്റ്റർ വരുന്നുണ്ട്. കാർബോക്സിലിക് ആസിഡിന്റെ ഫോർമേഷൻ ആയതുകൊണ്ട് കാർബോക്സിലിക് ആസിഡിന്റെ ഐഡിയസ് ചിലപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരാം. അപ്പോൾ ഏതാണ് ശരിയായിട്ടുള്ള ഉത്തരം നമുക്ക് നോക്കാം. ഓക്കെ, നിങ്ങൾ നോക്കുക, NaOH ആയിട്ട് ആദ്യമേ ട്രീറ്റ് ചെയ്തെന്ന് വിചാരിക്കും. നമുക്ക് ഓപ്ഷൻ 1 നോക്കാം. NaOH ആയിട്ട് ആദ്യം ട്രീറ്റ് ചെയ്താൽ ഈ Br മാറി OH ആവും. ജോൺസ് റിയേജന്റ് സെക്കൻഡറി ആൽക്കഹോളിനെ കീറ്റോൺ ആയിട്ട് കൺവേർട്ട് ആക്കും. അതാണോ നമുക്ക് വേണ്ടത്? അല്ല. അപ്പോൾ ഇത് തെറ്റാ. ഒന്നാമത്തെ ഓപ്ഷൻ എന്തുകൊണ്ട് തെറ്റായി എന്ന് വെച്ച് കഴിഞ്ഞാൽ NaOH ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് ബ്രോമിൻ മാറി അവിടെ OH വരും. പിന്നെ ജോൺസ് റിയേജന്റ് ട്രീറ്റ് ചെയ്യുമ്പോൾ ഈ OHനെ ഇയാൾ എന്താക്കി മാറ്റും? കീറ്റോൺ ആക്കി മാറ്റും. പക്ഷേ കീറ്റോൺ ഇവിടെ ഉണ്ടാവുന്നില്ല. ഡെഫിനറ്റ്ലി നോട്ട് അവർ ആൻസർ. ഇവിടെ നോക്കുക, ഇത് B2H6 ആൻഡ് H2O2 ഹൈഡ്രോബോറേഷൻ ഓക്സിഡേഷൻ ആണിത്. ഹൈഡ്രോബോറേഷൻ ഓക്സിഡേഷൻ നടത്തുന്നത് ഒരു ആൽക്കീനിന്റെ മുകളിലാണ്. പക്ഷെ ഇതൊരു ആൽക്കീനാണോ? അല്ല. സോ ദിസ് ഇസ് ഓൾസോ ഔട്ട്. ആദ്യമേ ജോൺസ് റിയേജന്റ് ട്രീറ്റ് ചെയ്തു. ജോൺസ് റിയേജന്റ് ട്രീറ്റ് ചെയ്യുന്നതിന് മുൻപ് നമ്മുടെ റിയാക്ടന്റ് ഒന്നെങ്കിൽ ഒരു ആൽക്കഹോളോ അല്ലെങ്കിൽ ആൽഡിഹൈഡോ ഒക്കെ ആയിരിക്കണം. അപ്പോൾ അതും നമുക്കിവിടെ ഒഴിവാക്കാം. നമുക്ക് 4ാമത്തെ ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് നോക്കാം. ആദ്യമേ NaOH ആൻഡ് എത്തനോൾ, അതായത് ആൽക്കഹോളിക് NaOH ട്രീറ്റ് ചെയ്തു. NaOET എന്ന് പറഞ്ഞാൽ ആൽക്കഹോളിക് NaOH ആണ്. അപ്പോൾ നമ്മുടെ റിയാക്ടന്റ് എന്തായി മാറും നമുക്ക് ആലോചിച്ച് നോക്കാം. ബെൻസീൻ റിങ്, ഇവിടെ ഒരു Br ഉണ്ട്, ആൻഡ് ഹിയർ വി ഹാവ് എ CS3. അപ്പോൾ NaOET എന്ന് പറയുന്നത് എലിമിനേഷനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഡീഹൈഡ്രോ ഹാലജനേഷൻ നടക്കും ആൻഡ് യു വിൽ ബി ഹാവിങ് ദിസ് പ്രൊഡക്റ്റ് ആസ് ആൻ ആൽക്കീൻ ഫോംഡ്. ഓക്കെ, ആൽക്കീൻ ഉണ്ടായി. ഈ ആൽക്കീനെ നമുക്ക് എന്ത് ചെയ്യാം? ഹൈഡ്രോബോറേഷൻ ഓക്സിഡേഷന് വിധേയമാക്കാം. അപ്പോൾ ഇത് നമ്മുടെ ഹൈഡ്രോബോറേഷൻ ഓക്സിഡേഷൻ ആണ്. B2H6 ഫോളോഡ് ബൈ H2O2. ഹൈഡ്രോബോറേഷൻ ഓക്സിഡേഷൻ നടക്കുന്ന സമയത്ത് നമുക്കറിയാം ആന്റി മാർക്കോണിക്കോവ് റൂളിന്റെ രീതിയിലാണ് OH ഗ്രൂപ്പ് വരിക. സോ നൗ ദ OH ഗ്രൂപ്പ് വിൽ ബി ഹിയർ. ഫൈനലി ജോൺസ് റിയേജന്റ് ട്രീറ്റ് ചെയ്യുന്നു. ജോൺസ് റിയേജന്റ് എന്ന് പറഞ്ഞാൽ CrO3 ഇൻ സൾഫ്യൂരിക് ആസിഡ് ആണ്. അയാൾ പവർഫുൾ ഓക്സിഡൈസിങ് ഏജന്റ് ആയതുകൊണ്ട് തന്നെ ഇതൊരു പ്രൈമറി ആൽക്കഹോൾ ആണ്. പ്രൈമറി ആൽക്കഹോളിനെ എന്താക്കി കൺവേർട്ട് ചെയ്യും? കറസ്പോണ്ടിങ് കാർബോക്സിലിക് ആസിഡ് ആക്കി കൺവേർട്ട് ചെയ്യും. കാർബൺ ആറ്റത്തിന്റെ എണ്ണം ഒക്കെ പഴയ പോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടും ഉണ്ടാവും. സോ ദിസ് ഇസ് എ പെർഫെക്റ്റ് ആൻസർ ഓപ്ഷൻ. ആൻസർ 4 is the right answer.